ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കുകളിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇതുവരെയും നിങ്ങളിങ്ങനെ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മാൻസ്ട്രോ കേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 kgൻ്റെത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് എടുത്തിട്ട് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ എല്ലാം ഞാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും പകുതിയാക്കിയിട്ട് ചെയ്തെടുക്കുക. ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. സാധാരണ വാനില സ്പഞ്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാറില്ല. എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ആദ്യം കേക്ക് ചെയ്തെടുക്കുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യമേ നമ്മൾ അരിച്ച് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് 2 ഫ്ലേവറുള്ള കേക്കാണ്. സ്ട്രോബെറിൻ്റെയും മാംഗോൻ്റെയും ഫ്ലേവറുള്ള കേക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ 2-3 ടൈപ്പിൽ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാറുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് സെയിം സ്പഞ്ചിൽ തന്നെ 2 ഡിഫറെൻറ്റ് ഫ്ലേവറാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താലും നമ്മളിപ്പം 2 ഫ്ലേവറിലുള്ള സ്പഞ്ച് ചെയ്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് പണി ഒരു ഇത്തിരി കുറയും ചെയ്യും. എന്നാൽ നമുക്ക് ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണ്. പലവരും പല റെസിപ്പിയാവും ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 7 മുട്ട എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബുഷിൻ്റെ വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ബേക്കേഴ്സിൻ്റെ വാനില എസൻസും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 kgയുടെ കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് 7 മുട്ട എടുത്തിട്ടുള്ളത്. 8 മുട്ട എടുക്കാം. വലിയ സൈസിലുള്ള മുട്ട അതിൻ്റെ പേരിലാണ് 7 എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ സൈസിലാണെങ്കിൽ അല്ലെങ്കിൽ മീഡിയം സൈസിലാണെങ്കിൽ നിങ്ങൾ 8 മുട്ട എടുക്കണം. 7 മുട്ട എടുത്താൽ മതിയാവില്ല. പിന്നെ നിങ്ങൾക്ക് 1 kg ആണ് കേക്ക് വേണ്ടതെങ്കിൽ 4 മുട്ട എടുത്തിട്ട് ചെയ്താൽ മതിയാവും. ഇനി വാനില എസൻസും മുട്ടയും കൂടി ജസ്റ്റ് ഒന്ന് ഹൈ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പൊടിച്ച് മാറ്റി വെച്ച് പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1.25 കപ്പ് അളവിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ 2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കിട്ടും. ഇപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് മുട്ടയിലേക്ക് ചേർക്കുന്നത് എങ്കിൽ നിങ്ങൾ 1.25 കപ്പ് അളവിൽ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതേ ഹൈ സ്പീഡിൽ ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോഴേക്കും ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബീറ്ററിൻ്റെ ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന ബീറ്ററിന് അനുസരിച്ച് ഇരിക്കും. അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബീറ്റർ ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഫ്ലഫി ആയിട്ട് വരാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബീറ്റർ വേറെ ഏതെങ്കിലും ബീറ്റർ ആണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും ടൈം എടുക്കും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ബീറ്ററൊക്കെ ആണെങ്കിൽ ഇത്രയും ടൈം എടുത്തൊന്നും വരില്ല. ഹൈ സ്പീഡിൽ വേണം നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കണം. 1/3 കപ്പ് അളവിൽ നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഓയിലിൻ്റെ ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 6 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒരു വെയിറ്റ് കുറഞ്ഞൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബിഗിനർ ആണെങ്കിൽ ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. കാരണം നമ്മൾ ഈ പൊങ്ങി വന്നിട്ടുള്ള എഗ്ഗ് താഴ്ന്നു പോയാൽ കേക്ക് ഹാർഡായിട്ട് മാറും. പിന്നെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഓയിലി പോലെ ഉണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് സ്പഞ്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ കേക്ക് ഫ്ലോർ ചേർക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ മതിയാകും. അത് ചൂടുള്ളതും തണുത്തതോ അല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അത് ഈ പാൽ ഇതിലേക്ക് ചേർക്കുന്ന കാര്യം മിസ്സായി പോയി. അപ്പോൾ ആദ്യം കുറച്ച് ഫ്ലോർ ചേർക്കുക, പിന്നീട് പാൽ ചേർക്കുക. അങ്ങനെ 1/4 കപ്പ് അളവിൽ പാൽ ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 11 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പാൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്ന് ആദ്യമേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു 45 മിനിറ്റ് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് ചൂടൊക്കെ മാറിയിട്ട് ഞാനിവിടെ ലെയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ഡിമോൾഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള കേക്ക് വ്ളോഗ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അത്രയും ഓർഡേഴ്സ് ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് ചില കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 2 kgക്കായിട്ട് നമുക്ക് 2.25 കപ്പ് അളവിൽ ക്രീം എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫിയോണ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫിയോണ മാത്രമല്ല വേറെ 2-3 ബ്രാൻഡ് ക്രീമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. റിച്ചസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, വിവോ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ട്രോപ്പോലൈറ്റ്, അങ്ങനെ 2-3 ബ്രാൻഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ക്രീം സ്റ്റിഫ് പീക്സ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള, അതായത് മെയിൻ ടേസ്റ്റ് നൽകുന്ന ഒരു സംഭവത്തിലേക്ക് കടക്കാം. അതായത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് പാലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പാലിലും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിന് ചൂടൊക്കെ മാറിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 കപ്പ് അളവിൽ പാലും അതേപോലെ തന്നെ ഒരു 1.5 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പാലാണ് ഇരിക്കുന്നത്. അതിന് ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാംഗോൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോട്ടിലായിട്ട് വരുന്ന ക്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് കിട്ടുവാണെങ്കിൽ ഫ്രഷ് യൂസ് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. അത് നമുക്ക് എത്രയാണോ മാംഗോൻ്റെ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് സ്ട്രോബെറിൻ്റെ സിറപ്പും ചെയ്തെടുക്കാം. സെയിം ആണ്, നമ്മളിപ്പോൾ മാംഗോ ക്രഷ് ചേർത്തതിന് പകരം സ്ട്രോബെറിൻ്റെ ക്രഷ് ചേർത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ചതിന് ശേഷം അതിലൊരൽപ്പം ക്രീം സ്പ്രെഡായി കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ മാംഗോ ക്രഷ് യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. 3 ലെയറായിട്ട് കട്ടാക്കിയതിൻ്റെ പേരിൽ സെൻറ്ററിലായിട്ടാണ് നമ്മുടെ സ്ട്രോബെറിൻ്റെ ക്രഷ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു മാൻസ്ട്രോ കേക്ക് പൊതുവെ 2 ഫ്ലേവറിലുള്ള സ്പഞ്ച് ചെയ്തെടുക്കാറുണ്ട്. ഒന്ന് മാംഗോ, ഒന്ന് സ്ട്രോബെറി. അത് എസെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്തിരി മറ്റേ കേക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും ഒരല്പം പണിയും കുറവാണ്, എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ലെയറിലായിട്ട് നമ്മൾ മാംഗോൻ്റെ ക്രഷ് ചേർക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഫ്രഷ് ആയിട്ടുള്ള മാംഗോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ക്രഷിൻ്റെ ബോട്ടിൽ മേടിച്ചാൽ മതിയാവും. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രോബെറിൻ്റെ ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറായിട്ട് ഇപ്പോൾ നമ്മൾ 1/4 കപ്പ് അളവിലല്ലേ സ്ട്രോബെറിൻ്റെ മാംഗോൻ്റെ ക്രഷ് ചേർത്തത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ സ്ട്രോബെറിൻ്റെ ക്രഷ് ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഒരൽപ്പം സ്ട്രോബെറിൻ്റെ ക്രഷ് കൂടി ഈ ക്രീമിൻ്റെ ലെയറിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അവസാന ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മാംഗോൻ്റെ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്രീം വെച്ചിട്ട് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കേക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ആ ഫ്രീസറിൽ വെക്കുന്ന ടൈം കൊണ്ട് ക്രീം എന്താ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പുറമേ തന്നെ വെക്കാറ്, എനിക്കിതുവരെ അങ്ങനെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. പിന്നെ ചൂടാകുന്ന ടൈമിൽ മാത്രമേ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ക്രീമിലൊരൽപ്പം ഷുഗറിൻ്റെ യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ ക്രീമിൽ ചോക്ലേറ്റ് ട്രിപ്പിംഗ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ക്രീം വെച്ചിട്ട് നമ്മുടെ കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം.
അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് അളവിൽ ക്രീം ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരല്പം പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഒരല്പം വൈറ്റ് ഗനാഷിൽ പിങ്ക് കളർ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മുകളിൽ റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് റൊസറ്റിൻ്റെ നോസിലും വെച്ചിട്ട് ഇതേപോലെ ഫ്ലവറും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് ചുറ്റിലും. അതും കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കേക്ക് റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഡിസൈനൊക്കെ വളരെ സിമ്പിളല്ലേ, ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ്. നല്ല എലഗൻറ്റ് ലുക്കാണ് ഈ ഒരു കേക്ക് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഹോം ബേക്കേഴ്സ് അല്ലാത്തവർക്ക് പോലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതല്ലേ. ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്